ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചുമന്ന ചമ്മന്തിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളിയും ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിയും കൂടി വേണേ, പിന്നെ മല്ലിച്ചപ്പ്, ഇത് ഉലുവ, ഇത്രയൊക്കെ കൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചമ്മന്തിയിൽ ഉള്ളിയല്ല കേട്ടോ, തക്കാളിയാണ് കൂടുതലായിട്ടും വേണ്ടത്. പാത്രം ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ മാത്രം ആദ്യം ഒഴിക്കേ. ഇനി നമ്മൾ വറവ് ഇടുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. എണ്ണ കുറച്ചെടുത്തിട്ട് കടുകൊന്നും പൊട്ടിക്കുന്നില്ല, നേരെ തക്കാളി ഇടുക. വലിയ കഷ്ണമാക്കിയിട്ട് കേട്ടോ തക്കാളിയൊക്കെ മുറിച്ചേ, കുഴപ്പമൊന്നുമില്ല, അത് ഒന്ന് ഉടഞ്ഞു പോവും. പിന്നെ നമ്മൾ മിക്സിയിൽ അരക്കുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത്ര വലുതായി എന്നൊന്നും വിചാരിച്ചിട്ട് ഇത് ഒന്ന് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളി ഇടാം കേട്ടോ. ഉള്ളി ഞാൻ ഇത്രയും വലുതാക്കി തന്നെയാണ് മുറിച്ചത്. ഇനിയിപ്പോൾ മിക്സി അത്ര പവറില്ലാത്ത മിക്സി ആണെങ്കിൽ ചെറുതാക്കി മുറിക്കേണ്ടി വരുമേ. എൻ്റെ മിക്സി നല്ല മിക്സി ആയതുകൊണ്ട് എല്ലാം അരഞ്ഞു കിട്ടും കേട്ടോ. എല്ലാം ഇങ്ങനെ ഒരുപാട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റൊന്നും വേണ്ട. കുറച്ച് എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്തിടാം. ഒരു ഇഞ്ചി കഷ്ണവും അല്ല, ഒരു വെളുത്തുള്ളിയും ഒരു കുഞ്ഞി ഇഞ്ചി കഷ്ണവുമാണ് ഇട്ടത്. ഓരോന്നിട്ടിട്ട് ഇളക്കി എടുക്കുമ്പോൾ തന്നെ നമ്മളെ തക്കാളിയൊക്കെ ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയാൽ കോഴിക്കോടൊക്കെ ഇങ്ങനെ ഓരോ തട്ടുകട ഉണ്ടാവേ. ഞങ്ങൾ ഇംഗ്ലീഷ് പള്ളീൻ്റെ അവിടെയുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചേച്ചി, അവർ തമിഴ്നാടാണേ, അവരോട് ഞാൻ ചോദിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പ് ഇട്ടു, മല്ലിച്ചപ്പ് ഇട്ടുവേ, എന്നിട്ട് പിന്നെ നമ്മൾ ഉഴുന്നും ഇട്ടു കേട്ടോ. ആ ഒരു സ്പൂണിനുണ്ടായിരുന്ന ഉഴുന്ന് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്നും കൂടി ഒന്നായി കഴിയുമ്പോൾ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇടാം. മുളക് പൊടി അല്ലെങ്കിൽ ഇനി ചുമന്ന മുളക് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ മുളക് പൊടിയാണ് ഇടുന്നത്. അതെന്താണോ എന്തോ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന കറികൾക്കൊക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നത്. ആ ചേച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് അതങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല. അവർ ഇങ്ങനെ എല്ലാം കൂടിയിട്ടിട്ട് അങ്ങോട്ട് ഒന്ന് വഴറ്റും, എന്നിട്ട് അരയ്ക്കും എന്ന് പറഞ്ഞു എന്നോട്. സാധനങ്ങൾ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് പറഞ്ഞു തന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നല്ല സ്വാദുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെല്ലാം ഇട്ടിട്ടുണ്ടേ. ഇനി ഇത് ചൂടാറിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരയ്ക്കണേ. പക്ഷെ ഞാൻ ഇപ്പോൾ ചൂട് ആറാൻ വേണ്ടി കാത്തിക്കുന്നില്ല കേട്ടോ. എനിക്ക് വേഗം കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ചൂടോടുകൂടി തന്നെ അരയ്ക്കാൻ പോവുകയാണേ. മിക്സീൻ്റെ ജാറ് ഞാനിങ്ങനെ ഒരു തുണിയും കൊണ്ട് അമർത്തി പിടിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുക. അല്ലെങ്കിൽ ചൂടോടെ അരച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് അങ്ങോട്ട് തെറിക്കും. അപ്പോൾ ചൂടാറിയിട്ട് തന്നെ അരയ്ക്കാൻ പാടുള്ളേ. വെള്ളം ഒന്നും കൂട്ടാണ്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അരച്ച് കഴിഞ്ഞിട്ട് വെള്ളമില്ലാത്ത ചമ്മന്തി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, വെള്ളം കൂട്ടിയിട്ട് അങ്ങനെയും ആക്കാം കേട്ടോ. രണ്ട് രീതിയിലും ആക്കേ. ഞാനിപ്പോൾ വെള്ളം ഇല്ലാണ്ടാട്ടോ അരച്ചത്. മിക്സി നല്ലോണം ചൂടായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കൈയൊക്കെ കഴുകി ആ മിക്സീൻ്റെ അടപ്പിലുള്ളതൊക്കെ നമുക്ക് തുടച്ചെടുക്കാം. അടപ്പിലുള്ള വാഷർ ഞാൻ ഊരി വെച്ചതാണ് കേട്ടോ. ആ വാഷറിലേക്ക് എൻ്റെ ഈ അരപ്പൊക്കെ ആയി, അതെടുക്കാൻ എനിക്കെന്തോ ഇഷ്ടമില്ല. അതുകൊണ്ട് വാഷർ ഒഴിവാക്കിയതായതുകൊണ്ട് ഇതൊക്കെ കിട്ടുമേ. എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചമ്മന്തി തികയൂല, അപ്പോൾ നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. അത്രയ്ക്ക് സ്വാദുള്ളൊരു ചമ്മന്തിയാണ് അത്. ഇങ്ങനെ അരച്ചിട്ട് ഇനി വെള്ളം ഇല്ലാത്ത ചമ്മന്തി ഇത്രയും കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ജാറിലേക്ക് തന്നെ വറവിട്ടിട്ട് അതങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി അല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. എനിക്ക് ലേശം ലൂസായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ നേരത്തെ നമ്മൾ ആക്കിയ ആ പാത്രത്തിലേക്ക് തന്നെ ആക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ജാറിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമില്ലേ, അത് ഒഴിച്ചിട്ടാണ് ലൂസാക്കുന്നത്. ഇനി നമ്മളിത് അടുപ്പത്തൊന്നും വെക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് എടുത്തത്. ഈ മിക്സീൻ്റെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് എടുക്കണേ.
ഇങ്ങനെ കുലുക്കിയാലൊന്നും കിട്ടൂല, കൈ കൊണ്ട് തന്നെ ആക്കിയാലേ വരുള്ളൂ. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാലോ. അപ്പോൾ ഇത് നല്ല ഫുള്ള് നല്ലോണം തുടച്ച് എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ലൂസ് തട്ടുകടയിലുള്ള പോലെ തന്നെ നല്ല ലൂസ് വേണമെങ്കിൽ ഇനിയും വെള്ളമാക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത്രേ വെള്ളമാക്കുന്നുള്ളേ. വറവിടാൻ വേണ്ടിയിട്ട് കടുക് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. കരിവേപ്പില ഇല്ല. കരിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി വറവിടേണ്ടതാണ്. വറവിൻ്റെ കൂടെ ഒരു ലേശം കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു തുള്ളി. കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രമാണ് വറവിടുന്നത്. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, ലേശം കായം, ഇത്രേ കായം ഇടുന്നുള്ളേ. കുറേയൊന്നും വേണ്ട, സ്വാദ് വരാനേ പാടില്ല, എന്നാൽ സ്വാദ് വരികയും വേണം. അങ്ങനെ എന്നിട്ട് ആ വറവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇളക്കിയാൽ നമ്മളെ ചമ്മന്തി റെഡി. എന്നിട്ട് നമുക്ക് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ കുറച്ച് കട്ടിയുള്ള ദോശയില്ലേ, ആ ദോശയ്ക്ക് കഴിക്കാനായിരിക്കും കേട്ടോ ഇത് ഭയങ്കര സ്വാദുണ്ടാവുക. ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ദോശ ഉണ്ടാക്കുക, ചമ്മന്തി ഒഴിക്കുക, ഒരു കഷ്ണം എടുത്തിട്ട് ചമ്മന്തിയിൽ മുക്കുക, കഴിക്കുക. മറ്റേ തേങ്ങേൻ്റെ ചമ്മന്തി പോലെയല്ല കേട്ടോ, ഇത് കുറച്ച് വഴറ്റാനൊക്കെ ഉണ്ട്, കുറച്ച് പണിയൊക്കെയാണ്. നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കാര്യമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ മാത്രമല്ല, 1-2 വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ.